കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ ഓരോന്നായി ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കാസർഗോഡ് നിന്ന് അർജുൻ ഹേമ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് പ്രവർത്തകരിൽ നിന്നും ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത് വൻ സ്വീകരണം. ഇടതിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം 2019 UDFന് അനുകൂലമായി. അന്ന് ലഭിച്ചതിനേക്കാൾ 3 ഇരട്ടി ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുറപ്പിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. 2019 തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ ഇരട്ടി ഭൂരിപക്ഷം കിട്ടും. അത് 3 ഇരട്ടിയാകാം, ചില അതിനപ്പുറം ആകാം. കാസർഗോട്ടെ ജനങ്ങൾ രാഷ്ട്രീയ ശക്തി നോക്കിയിട്ടല്ല, രാഷ്ട്രീയ ശക്തി നോക്കിയാൽ ഇവിടെ ഇടതുപക്ഷ മുന്നണി തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. ഇക്കഴിഞ്ഞ 5 വർഷം രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ ജനപ്രീതി നേടിയെടുത്തു എന്നാണ് UDF വിലയിരുത്തുന്നത്. ഇത് ഇത്തവണ നേട്ടമാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ആവേശത്തേരിലേറി രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചാരണ ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. ഒരൊറ്റ ലക്ഷ്യം മാത്രം: കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDFന്റെ കൈകളിലാക്കണം. റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.